أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن حاجوك فقل أسلمت وجهي لله ومن اتبعن وقل للذين أوتوا الكتاب والأميين أسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. صدق الله العلي العظيم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ ദീൻ അത് അൽ ഇസ്ലാമാണ്. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയം ബൈനഹും. കിതാബ് നൽകപ്പെട്ടവർ ഇൽമ് കിട്ടിയതിനു ശേഷം അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങളാണ്, സത്യങ്ങളാണ് ഇവിടെ അൽ ഇൽമ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ അൽ ഇൽമ്, അള്ളാഹുവിൻ്റെ വക്കലിൽ നിന്നുള്ള സത്യം കിട്ടിയതിനും ശേഷം അവർ ഭിന്നിച്ചത് എന്തുകൊണ്ടാണ്? ബഗിയം ബൈനഹും, അവർ പരസ്പരമുള്ള മത്സരം അല്ലെങ്കിൽ അസൂയ, ശത്രുത, ഇതൊക്കെ കാരണമാണ്. വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ തള്ളുന്ന, കുഫർ ചെയ്യുന്ന, അതിനോട് കുഫർ കാണിക്കുന്ന ആളുകൾ, അവരുടെ ആരെങ്കിലും അങ്ങനെ കുഫർ കാണിച്ചാൽ ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ പെട്ടെന്ന് കണക്ക് നോക്കുന്നവനാണ്. അള്ളാഹു കണക്ക് നോക്കുന്നത് മരിച്ചു കഴിഞ്ഞ് പരലോകത്തെത്തിയിട്ട് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവൻ കണക്ക് നോക്കി അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം ജസാ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടും ചിലപ്പോൾ നെഗറ്റീവായിട്ടും കൊടുക്കുന്നതാണ്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ ധിക്കരിക്കുന്ന, പ്രവാചകന്മാരെ തള്ളുന്ന പല ആളുകൾക്കും വന്ന ശിക്ഷയെക്കുറിച്ച് ഖുർആനിൽ തന്നെ അവർ പ്രവർത്തിച്ചതിൻ്റെ ജസാ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു കണക്ക് നോക്കുന്നവനാണ്, എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുന്നവനാണ്. അത് എല്ലാവരും മരിച്ച് ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ മാത്രം നോക്കുന്ന കാര്യമല്ല. അപ്പോൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ആയത്തുകളോട് കുഫർ കാണിച്ചു കഴിഞ്ഞാൽ, നിഷേധം കാണിച്ചാൽ, ധിക്കരിച്ചു കഴിഞ്ഞാൽ, അഹങ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു കണക്ക് നോക്കി പ്രതിഫലം നൽകും. പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാൽ ശിക്ഷ നൽകും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. ജസാ എന്നുള്ള വാക്ക് രണ്ടിനും ഉപയോഗിക്കും. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ, തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ അതാണ് പറഞ്ഞത്. ഷഹിദ് അള്ളാഹു, അള്ളാഹു സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഊലുൽ ഇൽമ് നൽകപ്പെട്ടവരും അതുപോലെ മലായിക്കത്ത് മലക്കുകളും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാക്ഷ്യം ഇവിടെ സാന്ദർഭികമായിട്ട് ഏറ്റവും യോജിച്ചത് അള്ളാഹു ഖിസ്തിന്, ശരിയായ രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നതിന്, നീതിക്ക്, ന്യായത്തിന്, പ്രോപ്പറായ രീതിയിൽ കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഖിസ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലും ഖിസ്തും ഏതാണ്ട് പര്യായമായിട്ട് വന്നതാണ്, പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതിലെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട് തുല്യത, പകരം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അതിൽ എന്നുള്ള വാക്ക് ഖുർആനിൽ കൂടുതൽ വന്നിട്ടുള്ളത്. പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ സൂറ ബഖറയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരിൽ നിന്നും പകരമൊന്നും സ്വീകരിക്കപ്പെടുകയില്ല, അല്ലേ? ലാ യുഖ്ബലു മിൻഹ അദ്ലുൻ, അവരിൽ നിന്നും പകരം സ്വീകരിക്കപ്പെടുകയില്ല. വലാ യൂഖദു മിൻഹ അദ്ലുൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന് തുല്യന്മാരെ, സമന്മാരെ, ശരീക്കുമാരെ അവർ കൽപ്പിക്കുന്നതാണ്, അവർ അങ്ങനെ സങ്കല്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഇടത്തും യഅദിലൂൻ എന്ന വാക്ക് വന്നിട്ടുണ്ട്. അവർ തുല്യന്മാരെ, സമന്മാരെ കൽപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ തുല്യത, സമം, പകരം എന്നൊക്കെയാണ് അതിലിൻ്റെ അർത്ഥം. പക്ഷേ ഖിസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ പകുതിക്ക് പറയും, അതായത് തുല്യമായ പകുതി, ഒരു സാധനത്തിൻ്റെ പകുതി പാർട്ടിന് അങ്ങനെ പറയും.
പ്രോപ്പറായ രീതിയിൽ ഡീൽ ചെയ്യുന്നതിനാണ് പൊതുവെ ആ വാക്ക് പറയുക. കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് ചെയ്യുക. ഖിസ്താസ് എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഖിസ്താസ് എന്നുള്ള വാക്ക് അളക്കുന്ന ത്രാസിനാണ് പറയുന്നത്. വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരായ ത്രാസ് കൊണ്ട് നിങ്ങൾ അളക്കൂ. അപ്പോൾ അള്ളാഹു ഖിസ്തിന്, ന്യായത്തിന്, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ് എന്ന കാര്യത്തിന് അള്ളാഹു സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്, ഊലുൽ ഇൽമ് സാക്ഷിയാണ്. അള്ളാഹു അസീസും ഹക്കീമുമാണ്. അവൻ്റെ അടുക്കൽ പൂർണ്ണമായ സമർപ്പണം എന്ന ഒരു ദീന് മാത്രമാണ് സ്വീകാര്യമായിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞ ദീൻ അത് തന്നെയാണ്. അള്ളാഹുവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ടതിന് പകരം അവർ ദുനിയാവിന് വേണ്ടി അള്ളാഹുവിനുള്ള സമർപ്പണത്തെ വിസ്മരിച്ചുകൊണ്ട് പരസ്പരം മത്സരവും ശത്രുതയും വിദ്വേഷവുമൊക്കെ ഉണ്ടാക്കി അവർ ഭിന്നിച്ചതാണ് എന്ന് അഹ്ലു കിതാബുകാരെക്കുറിച്ച് പറയുന്നു. ഈ സൂറയിൽ പ്രധാനമായിട്ടും അഭിസംബോധന ചെയ്യുന്നത് ബഖറയിലെ പോലെ തന്നെ അഹ്ലു കിതാബിനോടാണ്. ഇതുവരെ പറഞ്ഞു വന്നതിലൊക്കെ നേരിട്ടുള്ള അഭിസംബോധന അഹ്ലു കിതാബിനോടാണ്. ബദർ യുദ്ധത്തിൽ പാഠമുണ്ട് എന്ന് പറഞ്ഞതും പ്രധാനമായിട്ട് അവരോട് തന്നെയാണ്. ആലു ഫിറൗനിന് സംഭവിച്ചതുപോലെ തന്നെ എന്ന് പറഞ്ഞതൊക്കെ അഭിസംബോധന അഹ്ലു കിതാബിനോടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കിതാബ് നൽകപ്പെട്ടവർ ഭിന്നിച്ചത് ഇൽമ് കിട്ടിയതിനു ശേഷം അവർ തമ്മിലുള്ള ശത്രുത കാരണമാണ് എന്ന്. ഫൈൻ ഹാജൂക്ക്, അവരിനോട് തർക്കിക്കുകയാണെങ്കിൽ, ഫഖുൽ, പറയുക, അസ്ലംതു വജ്ഹിയലില്ല, ഞാൻ അള്ളാഹുവിന് എൻ്റെ മുഖത്തെ സമർപ്പിച്ചിരിക്കുന്നു. മുഖമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവമാണല്ലോ. അതുകൊണ്ട് മുഖം സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പരിപൂർണമായ രീതിയിലുള്ള സമർപ്പണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തെ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിന്. വമനിത്ത ബാനി, എന്നെ പിൻപറ്റിയ ആളുകളും സമർപ്പിച്ചിരിക്കുന്നു. വക്കുല്ലില്ലദീന ഊത്തുൽ കിതാബ, കിതാബ് നൽകപ്പെട്ടവരോട് ചോദിക്കൂ. വൽ ഉമ്മിയീന, ഉമ്മിയുകളോടും ചോദിക്കൂ. കിതാബ് നൽകപ്പെട്ട കിതാബിയായ ആളുകൾ, വേദത്തിൻ്റെ ആളുകൾ, അവരോടും ചോദിക്കൂ. വേദം നൽകപ്പെട്ടിട്ടില്ലാത്ത, വേദപാരായണം നടത്താത്ത ഉമ്മിയുകൾ. ഇതിനെക്കുറിച്ച്, ഉമ്മി എന്ന പദത്തെക്കുറിച്ച് ചെറുതായിട്ട് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലിനെക്കുറിച്ച് ഉമ്മിയായ റസൂൽ എന്ന് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ നിരക്ഷരനായ പ്രവാചകൻ എന്ന് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. ഉമ്മി എന്ന പദത്തിന് ഡിക്ഷണറിയിൽ നിരക്ഷരൻ എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ അർത്ഥം ഒറിജിനലി അങ്ങനെ ഒരു അർത്ഥം അതിനുള്ളത് കൊണ്ടല്ല, ആ അർത്ഥം അതിന് വന്നു ചേർന്നതാണ്. ഉമ്മി എന്നുള്ള പദം ഖുർആനിൽ മുമ്പ് നമ്മൾ കണ്ടത് ബഖറയിൽ തന്നെ, വമിൻഹും ഉമ്മിയൂന, അവരിൽ ഉമ്മിയുകളുണ്ട്, ലാ യഅലമൂനൽ കിതാബ, കിതാബ് അറിഞ്ഞുകൂടാത്ത, ഇല്ല അമാനിയ, അവരുടെ ചില തോന്നലുകൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ, അല്ലാതെ അവർക്ക് കിതാബൊന്നും അറിയില്ല. അങ്ങനത്തെ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് യഹൂദരെ കുറിച്ച് പറഞ്ഞിരുന്നു. കിതാബൊക്കെ അറിയുന്ന ആളുകളുണ്ട്, കിതാബ് അറിയാത്ത ആളുകൾ. അപ്പോൾ കിതാബ് അറിയാത്ത ആളുകളെയാണ് അവിടെ ഉമ്മി എന്ന് പറഞ്ഞത്. ഉമ്മിയൂൻ, അള്ളാഹുവിൻ്റെ കിതാബ് അറിഞ്ഞുകൂടാത്ത ആളുകൾ. വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅ്മന്നു ബി ഖിൻതാരിൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കൂമ്പാരം നൽകിക്കഴിഞ്ഞാലും അവർ നിനക്ക് തിരിച്ചു തരും. ഒരു തിരിച്ചു തരുന്ന ആളുകളുമുണ്ട്, പക്ഷെ ഒരു ദീനാർ കൊടുത്തു കഴിഞ്ഞാലും തിരിച്ചു തരാത്ത ആളുകളുമുണ്ട് എന്ന് അവരെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ പറയുന്നത്, ബിഅന്നഹും ഖാലു ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീലുൻ, ഉമ്മിയുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജൂതർ പറയാണ് ഉമ്മിയുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അതുപോലെ തന്നെ ഉമ്മി എന്ന് വന്നിരിക്കുന്ന സൂറ അൽ ജുമുഅയിൽ, ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ, ഉമ്മിയുകളിൽ ഒരു റസൂലിനെ അവൻ അയച്ചു. അറബികളിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അറബികളിൽ ഒരു റസൂലിനെ അയച്ചു. യഹൂദർ പറഞ്ഞിരിക്കുന്നത് ഉമ്മിയുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞത് ജൂതരല്ലാത്ത വിജാതീയരുടെ കാര്യത്തിൽ, ജാതികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ജാതികളെന്ന ബൈബിളിലൊക്കെ, മലയാളം ബൈബിളിലൊക്കെ ജാതികളെന്നാണ്, അല്ലെങ്കിൽ വിജാതീയർ എന്ന് പറയും. ഇംഗ്ലീഷിൽ നേഷൻസ് എന്നാണ് ട്രാൻസ്ലേഷൻ കാണാറ്. അറബി ബൈബിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ഉമ്മം എന്നാണ്. ഉമ്മം,
നേഷൻസ്, ഉമ്മത്തുകൾ. അപ്പോൾ ഉമമെന്ന് പറയുന്നത് ജൂതരല്ലാത്ത എല്ലാവരും. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഉമ്മിയകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത്. ആ ഉമ്മത്തിൽ നിന്ന് തന്നെയാണ് ആ ഉമ്മത്ത്, ഉമ്മെന്ന് പറഞ്ഞ മാതാവ്, അതും ഉമ്മത്തും തമ്മിൽ ബന്ധമുണ്ട്, മീനിങ്ങിൽ ബന്ധമുണ്ട്. ഉമ്മ എന്ന് പറഞ്ഞാൽ മാതാവ്. എന്തെങ്കിലും ഒരു സംഗതിയുടെ ഉമ്മ എന്ന് പറയും, ഉമ്മുൽ ഖുറ എന്ന് പറയും, നാടുകളുടെ മാതാവ്, മക്കൾക്ക് പറയുന്ന പേരാണ്. ഉമ്മുൽ കിതാബ്, കിതാബിൻ്റെ മാതാവ് എന്നൊക്കെ പറയുന്നത്, കിതാബിൻ്റെ മാതാവ് എന്ന് പറയുന്നത് കിതാബിൻ്റെ അസുൽ, അതിൻ്റെ അടിസ്ഥാനം. അതുപോലെ ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത് നാടുകളുടെ, മക്കയാണ്, മക്കയെ ചുറ്റിപ്പറ്റിയാണ് ആ നാടുകളൊക്കെ നിലനിന്ന് പോയത്. മക്കയാണ് അതിൻ്റെയൊക്കെ ഒരു നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. ആ അർത്ഥത്തിലാണ് ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത്. അപ്പോൾ എന്നതിൽ നിന്ന് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് പരസ്പരം യോജിച്ച ജനതക്കാണ് പറയുക. ഒരു കാലഘട്ടം കൊണ്ട്, ഒരു നാട് കൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും കാര്യം കൊണ്ട് പരസ്പരം യോജിച്ച ഒരു കളക്റ്റീവ്, ഒരു കൂട്ടായ്മ, അതിനാണ് ഉമ്മത്ത് എന്ന് പറയുക. അപ്പോൾ ഉമ്മത്തും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ ഉമ്മി എന്ന് പറയുന്ന വാക്കും നാടന്മാർ എന്നുള്ള ഒരർത്ഥത്തിലാണത് ഒറിജിനലി വരുന്നത്. നാടന്മാർ. റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ, നമ്മളൊരു ഉമ്മിയായ ഉമ്മത്താണ്. ലാ നക്തുബു ലാ നഹ്സുബു, നമ്മൾ എഴുതി വെക്കാറോ കണക്ക് കൂട്ടാറോ ഒന്നുമില്ല. അക്കാലഘട്ടത്തിൽ നാടന്മാരല്ലാത്ത പരിഷ്കൃതരായ ജനതയുണ്ട്. അത്തരം പരിഷ്കൃത ജനതകളിൽപ്പെട്ടതാണ് യഹൂദരും ക്രൈസ്തവരും ഒക്കെ അടങ്ങുന്ന, അതേപോലെ ഗ്രീക്ക് തത്വചിന്തയുടെയും സയൻസിൻ്റെയും ഒക്കെ ഈറ്റില്ലമായ പല നാടുകളിലും താമസിക്കുന്ന ആളുകളൊക്കെ നാഗരികരാണ്. അവർക്ക് കണക്ക് കൂട്ടുന്ന സമ്പ്രദായമുണ്ട്. കണക്ക് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളത്തിൻ്റെയും ചന്ദ്രൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ നീക്കങ്ങളെക്കുറിച്ചും മറ്റൊക്കെയാണ്. ഇത് മാസം മാറുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് റസൂല് പറഞ്ഞത് ലാ നക്തുബു ലാ നഹ്സുബു എന്ന്. അപ്പോൾ അവിടെ ചന്ദ്രൻ്റെയും ഗോളങ്ങളുടെയൊക്കെ കണക്കിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതൊന്നും നമുക്ക് അറിയില്ല, അത്തരം ശാസ്ത്രങ്ങൾ നമ്മൾ നോക്കാറില്ല, അതുപോലെ നമ്മൾ എഴുതി വെക്കാറുമില്ല എന്ന് പറഞ്ഞത്. പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ എഴുത്തും വായനയും ഇന്നത്തെ പോലെ വ്യാപകമല്ലല്ലോ. എഴുതണമെങ്കിൽ അതിൻ്റേതായ സാങ്കേതിക സംവിധാനങ്ങൾ വേണം. അതൊരു ആർട്ട് കൂടിയാണ്, ഒരു പ്രത്യേകമായ സ്കില്ലാണത്. നമ്മുടെ കാലത്ത് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ അറിയുന്ന ആളുകളെപ്പോലെ പ്രത്യേകമായിട്ട് പരിശീലനം സിദ്ധിച്ച ആളുകളാണ് സ്ക്രൈബ്സ്, കാത്തിബുമാർ, കുത്താബ് എന്നൊക്കെ പറയും അറബിയിൽ. അത്തരം കാത്തിബുമാരാണ് എഴുതാറ്. പ്രവാചകനും എഴുതി കൊടുത്തിരുന്നത് അങ്ങനത്തെ കാത്തിബുമാരാണ്. അതുകൊണ്ട് എഴുതുക എന്നുള്ള സ്കില്ല് എല്ലാ ആളുകൾക്കും ഉണ്ടാകണമെന്നില്ല. അതേസമയം വായിക്കുക എന്ന് പറയുന്നത്, വായിക്കപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വായിക്കാൻ കഴിയുള്ളൂ. ഒരു ജനതക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള കിതാബൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ജനതയുടെ മൊത്തം നിയമങ്ങളാണ്. ആ ജനതയിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അത് പഠിക്കും. അതിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളും മറ്റുമൊക്കെ എല്ലാ മനുഷ്യരും പഠിക്കണം. അതുകൊണ്ട് വേദപുസ്തകങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് വേദക്കാർക്ക് പൊതുവേ ഉണ്ടാകും. എന്താണ് വായിക്കപ്പെടേണ്ടത് എന്നറിയെങ്കിൽ മാത്രമേ എഴുതിയത് വായിക്കാൻ കഴിയൂ. കൃത്യമായ ലിപികളൊന്നും പഴയ കാലത്തില്ല. എഴുതിയത് പല രീതിയിൽ വായിക്കാനുള്ള സ്കോപ്പ് ഉണ്ടാകും. ഹീബ്രുവിൽ തന്നെ വാ എന്നും ബാ എന്നൊക്കെ എഴുതുന്നത് ഇന്നും ഒരുപോലെയാണ്. അത് ബാ എന്ന് വായിക്കണോ വാ എന്ന് വായിക്കണോ എന്ന് തീരുമാനിക്കുന്നത് വായിക്കപ്പെടുന്നത് എന്താണെന്ന് അറിയുന്ന ആളുകൾക്ക് മാത്രമേ അത് തീരുമാനിക്കാൻ കഴിയൂ. അപ്പോൾ ഓൾറെഡി വേദങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾക്ക് വേദത്തിൽ നിന്ന് എഴുതി വെച്ചത് വായിക്കാൻ കഴിയും. അറബികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊതുവായിട്ടുള്ള അവർക്കുള്ള നിയമങ്ങളൊന്നുമില്ല. കവിതകൾ എഴുതുന്നവരും ആസ്വദിക്കുന്നവരൊക്കെ ഉണ്ട്, അവരെഴുതാറുണ്ട്, അവർ കവിതകൾ വായിക്കാറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും കവിത എഴുതുകയോ കവിത ആസ്വദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കവിയല്ല അദ്ദേഹം, കവിത ശ്രദ്ധിക്കാറില്ല. പിന്നെ അറബികളെ സംബന്ധിച്ചിടത്തോളം വായിക്കാനും എഴുതാനും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ജനത പൊതുവെ വായനക്കാരല്ല, എഴുത്തുകാരല്ല. അക്ഷരങ്ങൾ അറിയാമായിരിക്കാം. അക്ഷരങ്ങൾ കണക്ക് കൂട്ടാനൊക്കെ അക്കങ്ങൾക്ക് പകരം അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്ന അറബികൾക്കൊക്കെ അക്ഷരങ്ങൾ അറിയാമായിരിക്കാം. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കിതാബും വായിച്ചിട്ടില്ല, അഥവാ ഒരു വേദഗ്രന്ഥവും വായിച്ചിട്ടില്ല, കവിതയൊന്നും വായിച്ചിട്ടില്ല.
എന്നല്ലാതെ അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത നിരക്ഷരൻ എന്നത് ഉമ്മി എന്നുള്ളതിന് കറക്റ്റ് ഒരു ട്രാൻസ്ലേഷനല്ല. അതിൻ്റെ ഒരർത്ഥം അറബിയാണെന്നുള്ളതാണ്. കാരണം ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഉമ്മികളോടും ചോദിക്കും എന്നാണ്. അഹ്ലു കിതാബുകാരോടും ചോദിക്കൂ, ഉമ്മികളോടും ചോദിക്കൂ, അഥവാ അറബികളോട് ചോദിക്കൂ. അറബികൾ എന്തായാലും മുഴുവനും നിരക്ഷരർ അല്ലല്ലോ. അപ്പോൾ അറബികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉമ്മി എന്നുള്ള വാക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ജൂതരല്ലാത്ത, കിതാബിയല്ലാത്ത ആളുകൾ. ബൈബിളിലൊക്കെ നേഷൻസ് എന്ന്, ജാതികളെന്നും വിജാതീയരെന്നൊക്കെ പറയുന്ന ജെൻറ്റൈൽസ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അവരോടും ചോദിക്കും. എന്താണ് അവരോട് ചോദിക്കാൻ പറയുന്നത്? ആ അസ്ലം തും, നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ എന്നാണ്. ഫൈൻ അസ്ലമു ഫഖദ് ഇഹ്തദൗ, അവർ സമർപ്പിച്ചാൽ അവർ സന്മാർഗം പ്രാപിച്ചു. ഫൈൻ തവല്ലൗ, അവർ പിന്മാറിക്കഴിഞ്ഞാൽ ഫൈനമ അലൈക്കൽ ബലാഗ്, താങ്കൾക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു ബസീറാണ്, കണ്ടുകൊണ്ടേയിരിക്കുന്നവനാണ് അവൻ്റെ അബ്ദുകളെ നന്നായിട്ട് അറിയുന്നവൻ അള്ളാഹുവാണ്. താങ്കൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ എന്ന്. അവർ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ സന്മാർഗം പ്രാപിച്ചു. അടുത്ത ആയത്തിൽ അള്ളാഹു അഹ്ലു കിതാബ് കൈക്കൊണ്ട നയത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവർ പ്രവാചകന്മാർ വന്നപ്പോൾ നീതി കൽപ്പിച്ചുകൊണ്ട് ആളുകൾ വന്നപ്പോഴൊക്കെ അവരെന്താണ് ചെയ്തത്, അതിൻ്റെ പരിണിതി എന്താണ് എന്നുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.